ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം. നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ ചതുർഗ്രഹ യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം നിൽക്കുന്ന ഗ്രഹങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപ്പെടുത്തി ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ചിങ്ങം പുലരുന്നു, ചിങ്ങമാസ ഫലങ്ങൾ ആ ഒരു വർഷം എപ്രകാരമാണ് ഓരോ നാളുകാർക്കും എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഓരോരോ യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ട്. നാളെ 15/7/2025 കുജവാരമാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. 1200 ആണ്ട് മിഥുനമാസം 31 തീയതിയാണ്. ചതയം നക്ഷത്രമാണ്. 30 നാഴിക ചതയം നക്ഷത്രമുണ്ട്. അവിട്ടം 30 നാഴികയും 2 പാദവും, ഒരു നക്ഷത്രം 4 പാദമുണ്ട്. അവിട്ടം 2 പാദവും ചതയവും പൂരിട്ടാതി 3 പാദവും 45 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രം. ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയിൽ രാഹുവിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ച് അത് കഴിഞ്ഞാൽ പൂരിട്ടായ നക്ഷത്രമാണ്. ചതയം നക്ഷത്രം 30 വിനാഴികയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതയം നക്ഷത്രം പൂരിട്ടായ നക്ഷത്രമാണ്. 45 വിനാഴിക പൂരിട്ടായ നക്ഷത്രം. അതായത് 2.5 നാഴികയാണ് ഒരു മണിക്കൂർ. അത് വെച്ച് കണക്കാക്കണം. 7.5 നാഴിക ഒരു യാമം. ഇനി അഞ്ചാമത്തെ തിഥിയായിരിക്കുന്ന പഞ്ചമി തിഥിയാണ്. 41 നാഴിക 2 വിനാഴിക പഞ്ചമി തിഥിയുണ്ട്. ഗുളികൻ പകല് ശുക്രൻ്റെ സ്വക്ഷേത്രവും ശനിയുടെ ഉച്ചരാശിയുമായിരിക്കുന്ന തുലാം രാശിയിലാണ്. രാത്രിയിൽ ഗുളികൻ ശനിയുടെ സ്വക്ഷേത്രവും ചൊവ്വയുടെ ഉച്ചരാശിയും വ്യാഴത്തിൻ്റെ നീചരാശിയുമായിരിക്കുന്ന മകരം രാശിയിലാണ്. സൂര്യോദയം 6:15 സൂര്യാസ്തമനം 6:41 രാഹുഗ്രസ സമയം 3 മണി മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂറും ഗുളികഗ്രസ സമയം 12 മണി മുതൽ 1:30 വരെയുള്ള 1.5 മണിക്കൂറും യമകണ്ഠകാലം 9 മണി മുതൽ 10:30 വരെയുള്ള 1.5 മണിക്കൂറുമാണ്. അപ്പോൾ നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാലഹോര 1 മണിക്കൂറാണ്. ഒരു കാലഹോര ഏകദേശം 2 മണിക്കൂറാണ് ഒരു ലഗ്നം വരിക. ലഗ്നമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത് ഏത് രാശി സമയത്താണോ ആ രാശി ഉദിക്കുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണോ ആ രാശിയാണ് നമ്മൾ ലഗ്നമായിട്ട് പറയുക. ആ രാശിയുടെ അധിപനെയാണ് നമ്മൾ രാശിയാധിപൻ, ലഗ്നാധിപൻ എന്ന് പറയുക. അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാലഹോര ചൊവ്വയുടെ കാലഹോരയാണ്. ചൊവ്വയുടെ കാലഹോര പൊതുവിൽ അത്ര അനുകൂലപ്രദമല്ല. പാപഗ്രഹങ്ങളുടെ കാലഹോര സമയം ശുഭമുഹൂർത്തങ്ങൾക്ക് അനുകൂലമല്ല. പാപഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി ഒരു പ്രവൃത്തി ചെയ്യുന്നതും അനുകൂലപ്രദമല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇത് പൊതു ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ചൊവ്വയുടെ കാലഹോര കഴിഞ്ഞാൽ സൂര്യൻ്റെ കാലഹോരയാണ്. അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ കാലഹോരയാണ്. അപ്പോൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ 8:31 മേൽ 8:56 ചിങ്ങം രാശി ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ്. പിന്നെയുള്ള ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് 11:20 മേൽ 11:43 ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ്. പിന്നെയുള്ള ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് 4:41 മേൽ 5:07 ശുഭമുഹൂർത്തവും അനുകൂലപ്രദമാണ്. ഇനി ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്ന് ചോദിച്ചാൽ തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം, മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം, രേവതി, അശ്വതി, രോഹിണി,
പൂരം, തൃക്കേട്ട, ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങൾ, വരവിനേക്കാൾ കൂടുതൽ ചെലവ്, മനസ്സംഘർഷങ്ങൾ, തൊഴിൽ ശ്രദ്ധക്കുറവ്, അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ, അലസതകൾ, മനസ്സംഘർഷങ്ങൾ, വിദ്യാർത്ഥികൾക്ക് അലസതകൾ, ഇത്യാദി പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ പറയുന്നു. വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തോന്നലുകൾ, ഇങ്ങനെയുള്ള പല വൈഷമ്യങ്ങൾ പറയുന്നു. നമ്മൾ എത്ര ആത്മാർത്ഥമായി തൊഴിൽ ചെയ്താലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ, ഇതൊക്കെ പറയുന്നു. പരിഹാരാർത്ഥം ചെയ്യേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയെങ്കിൽ പഞ്ചാമൃത നിവേദ്യം, ത്രിമധുര നിവേദ്യം, പാലഭിഷേകം, പായസം, വെള്ള ഇത്യാദി നിവേദ്യം. ഓം ശരവണഭവായ നമ എന്ന മൂലമന്ത്രം ജപിക്കുക. ഓം വജൽഭുവേ നമ എന്ന മൂലമന്ത്രം ജപിക്കുക. അതോടൊപ്പം ഉഗ്രമൂർത്തികളായ ദേവീക്ഷേത്രത്തിലെ ഭദ്രകാളി, ചാമുണ്ഡി, ചണ്ഡിക എന്നുവേണ്ട ഉഗ്രമൂർത്തികളായ ദേവിയെങ്കിൽ നിവേദ്യം ശ്രീസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അനുകൂലമായി. ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ 13, 17, 32 ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കുക. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബഹി 5 നിസ്കാരവേളയിലും ഖുർആനിലെ മുസായിഫിൽ സൂറത്തിൽ അൽ ബഹ്റയിൽ ലാ ഇലാഹ എന്നുള്ള ആയത്തെക്കുറിച്ച് ഓതുന്നതും അനുകൂലപ്രദമായിരിക്കും. പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കുന്നു. ആകയാൽ ഇല്ലപ്പറമ്പിലെ മേൽക്കാവിലമ്മ, കീഴ്ക്കാവിലമ്മ, തേവാരമൂർത്തികളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതാ പറയാനുള്ളത്.